ഭാഗ്യലക്ഷ്മിക്ക് എന്തിന്റെ അസുഖമാണെന്ന് മനസ്സിലാകുന്നില്ല. അതായത് ദിലീപിനെ കോടതി വെറുതെ വിട്ടാലും ഭാഗ്യലക്ഷ്മിക്ക് പറ്റില്ല. എങ്ങനെയും ദിലീപിന്റെ കേസ് ലൈം ലൈറ്റിൽ നിർത്തണം. അതുകൊണ്ട് തന്നെ ആസിഡ് ഒഴിച്ചു. ഇനി തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പിന്നിൽ ദിലീപാണ്. ദിലീപിന് വേറെ ജോലിയൊന്നുമില്ലേ? ഇതിനെയൊക്കെ കൊന്നിട്ട് ദിലീപിന് എന്ത് ചെയ്യാനാണ്? ദിലീപ് അത്രയ്ക്ക് എന്താ പറയുക ഇതില്ലാതെ കിടക്കുന്ന ഒരാളാണോ എന്നാണ് എൻ്റെ സംശയം. എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ പോങ്ങമൂടൻ എന്ന് പറയുന്ന പോങ്ങുമൂടൻ എന്ന് പറയുന്ന ഒരു പിന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ടിരിക്കുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഉള്ള വസ്തുക്കളൊക്കെ വിറ്റുപെറുക്കി കൈക്കൂലിയാക്കിയും സ്വാധീനശേഷിയും മറ്റു മുഴുവനായും ചിലവഴിച്ചുമൊക്കെ എങ്ങനെയെങ്കിലും ഒരു ജീവപര്യന്ത ശിക്ഷ വാങ്ങി സ്വമേധയാ ദിലീപ് തടവിലാവുന്നതാണ് നല്ലത്. എന്നിട്ട് ആ താടകയുടെ ഭ്രാന്ത് നിന്ന ശേഷം പൂർണ്ണമാകുന്നത് വരെ കഠിന തടവിൽ കഴിയുക. ഇല്ലേൽ താൻ സ്വന്തമായി വിടുന്ന വളിയുടെ പിന്നിൽ പോലും ദിലീപാണെന്ന് തള്ള പറഞ്ഞു കളയും കേട്ടോ. അതുകൊണ്ട് അകത്താകുന്നതാണ് നല്ലത്. പുറത്ത് സമാധാനത്തോടെ കഴിയാൻ വേന്ദ്ര വിടുമെന്ന് കരുതേണ്ട. ഇങ്ങനെയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ഒരു പിന്നെ ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ശരിയാണ്, ഈ പറയുന്നത് 100% ശരിയാണ്. അതായത് കോടതി വെറുതെ വിട്ട ഒരാൾ പിന്നെയും കുറ്റക്കാരനാണ് എന്ന് വീണ്ടും വീണ്ടും പൊതുസമൂഹത്തിൽ ഒരു തെറ്റായ ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി കോടതിയെ അവഹേളിക്കുന്നു. ഇത് കണ്ടിട്ടും എന്തുകൊണ്ട് കോടതി ഇതിൽ കൂടുതൽ എന്താ പറയുക നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് പല സാധാരണക്കാരും ചോദിക്കുന്നതാണ്. നമുക്കറിയാം, ഈ നമ്പി നാരായണന് ശേഷം ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ വേട്ടയാടപ്പെട്ട ഒരാളാണ് ദിലീപ്. നമ്പി നാരായണനെ ദിലീപിനെയും താരതമ്യം ചെയ്യാമോ എന്നൊക്കെ ചോദിക്കും. ചെയ്യാം. രണ്ടുപേരും ചെയ്യാത്ത കുറ്റത്തിനാണ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്നത്. 89 ദിവസം ദിലീപ് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ 89 ദിവസം പോയി. ദിലീപിന്റെ കരിയർ, ജീവിതം എല്ലാം തീർന്നു. അവിടെ നിന്ന് ഒരു പുതിയ തുടക്കമാണ് ഡിസംബർ 8-ാം തീയതി മുതൽ അദ്ദേഹത്തിന് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ ബബ്ബബ്ബ സിനിമ, ആ സിനിമയെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി പിന്നെ ചോദിക്കുന്നുണ്ട്. ഇത്രയൊക്കെ പയറ്റിയിട്ടും സിനിമ വിജയിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ ഈ ഭാഗ്യലക്ഷ്മിയോട് പരമ പുച്ഛമാണ് തോന്നുന്നത്. കാരണം ഒരു സിനിമ ദിലീപിന്റെ മാത്രമല്ല. നിങ്ങൾ രാമലീലയിൽ ഡബ് ചെയ്തു. അത് ദിലീപിന്റെ മാത്രം സിനിമ ആയതുകൊണ്ടാണോ നിങ്ങൾ ആ സിനിമയിൽ ഡബ് ചെയ്തത്? ഇത്രയ്ക്ക് നിങ്ങൾക്ക് വിവരവും ബുദ്ധി ഇല്ല എന്നുള്ളത് മനസ്സിലായി. നിങ്ങൾ ആരുടെയൊക്കെ പിന്നിൽ നിങ്ങൾ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നിയമവ്യവസ്ഥയൊന്നും ശരിയല്ല എന്ന് കുറെ ആളുകളുടെ മനസ്സിൽ കുത്തി ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി കുറെ നാടകങ്ങൾ കളിക്കുകയാണ് എന്നുള്ളത് മനസ്സിലായി. സിനിമ എത്ര പണം ഇറക്കിയിട്ടും ഏട്ടന്റെ പടങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്നാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തിൽ യാതൊരു PR വർക്കും ഫാൻസിന്റെ ആദരവുമില്ലാതെ അവരവരുടെ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഭാഗ്യലക്ഷ്മി ഇതെല്ലാം ഉണ്ടായിട്ടും പണം ഇറക്കിയിട്ടും ഏട്ടന്റെ പടങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്നാണ് പരിഹസിക്കുന്നത്. അവൾ പോരാടുന്നത് നിങ്ങളുടെ കൂടി പെങ്ങൾക്ക് വേണ്ടിയാണെന്നും അവളുടെ പോരാട്ടം ഒരു കരുത്താണെന്നുമാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. അവൾ പോരാടട്ടെ, അവളുടെ പോരാട്ടം എല്ലാ സ്ത്രീകൾക്കും കരുത്താകട്ടെ. പക്ഷെ തെറ്റ് ചെയ്യാത്ത ഒരാളെ പിന്നെ ഈ മരണം വരെ തുറങ്കൽ അല്ലെങ്കിൽ എന്താ പറയുക ജയിലിൽ കിടത്തണം എന്ന് പറയുന്ന ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ആളുകളുടെ സൂക്കേട് എന്താണ് എന്നുള്ളത് ഈ കൃമിയടിക്ക് കുറച്ച് പപ്പായ കഴിച്ചാൽ മാറുമായിരിക്കും. അതിലപ്പുറം മറ്റെന്തെങ്കിലും മരുന്നുണ്ടോ എന്നുള്ളത് വല്ല മെഡിക്കൽ സ്റ്റോറിലും പോയി ചോദിച്ച് അറിയുന്നതായിരിക്കും നല്ലത്. ആസിഡ് ഒഴിക്കുമെന്ന് ആരോ വിളിച്ച് തന്നെ ഭീഷണിപ്പെടുത്തി അതിന് പിന്നിൽ ദിലീപാണ്, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പിന്നിൽ ദിലീപാണ് എന്നൊക്കെ പറഞ്ഞാൽ ദിലീപ് അത്ര പോക്കില്ലാതെ കിടക്കുന്ന മനുഷ്യനാണോ എന്ന് സാധാരണക്കാർ ചിന്തിച്ചു. അയാൾക്ക് ഒരുപാട് ജോലിയുണ്ട്. നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങൾക്ക് ഈ സിനിമയൊക്കെ അവസാനിച്ച് പ്രായമായി പിന്നെ എന്താ പറയുക മക്കളെയും കൊച്ചുമക്കളെയൊക്കെ താലോലിച്ചിരിക്കേണ്ട സമയത്ത് നിങ്ങൾ പോരാട്ട വീര്യത്തിന്റെ നിറുകൂടമാണെന്ന് പറഞ്ഞ് ഝാൻസി റാണിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ വന്നാൽ അത് എല്ലാവരും അംഗീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് സത്യം മനസ്സിലാക്കുന്ന, കോടതിയെ വിശ്വസിക്കുന്ന, നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അവർക്കറിയാം നിങ്ങൾ വിചാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ പരാജയപ്പെടാൻ പോകുന്നില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ദിലീപിന്റെ പുതിയ സിനിമ ബബ്ബബ്ബ ഭയം ഭക്തി ബഹുമാനം ഇത് കണ്ടു. ഈ സിനിമ ഞാൻ കണ്ടു. അതിൽ തുടക്കത്തിൽ തന്നെ ഇവർ എഴുതി കാണിക്കുന്നുണ്ട് നോ ലോജിക് മാഡ്നെസ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ശരിയാണ്, ആ സിനിമയിൽ നമ്മൾ കണ്ട ഒരു ലോജിക്കും ഇല്ല സിനിമയിൽ. പക്ഷേ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഒരുപാട് ഘടകങ്ങൾ ആ സിനിമയിലുണ്ട്.
ലോജിക്കില്ല. എല്ലാ സിനിമയ്ക്കും ലോജിക്കുണ്ടോ? ലോജിക്കുള്ള ഏതെങ്കിലും സിനിമയാണ്? ചില സിനിമകൾ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. ഈ സംശയങ്ങൾ നമ്മൾ ചോദിക്കാനായിരിക്കും ഒരുപക്ഷെ സംവിധായകൻ ഇത് അവിടെ തമ്മിൽ കണക്ട് ആവുന്നില്ലല്ലോ, ഇത് തമ്മിൽ കണക്ട് ആവുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ഈ കണക്ട് ആവാത്ത കാര്യങ്ങൾ പ്രേക്ഷകർ ചർച്ച ചെയ്യട്ടെ എന്ന് ചിന്തിക്കാനായിരിക്കും ഒരുപക്ഷെ പിന്നെ സംവിധായകനോ തിരക്കഥാകൃത്തോ അതങ്ങനെ ഇട്ടേക്കുന്നത്. ദിലീപിന്റെ സിനിമയിലും അങ്ങനെ തന്നെയാണ്. കുറെ നമ്മളെ ത്രസിപ്പിക്കുന്ന, നമ്മളെ ചിരിപ്പിക്കുന്ന പിന്നെ എന്താ പറയുക, അങ്ങനെ കുറെ ഘടകങ്ങൾ ആ സിനിമയിലൂടെ കടന്നു വന്നു. അപ്പൊ കാണാത്ത ഒരുപാട് പ്രേക്ഷകർ ഉണ്ടാകും. തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് ദിലീപിന്റെ മാത്രം സിനിമയല്ല. അതിൽ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ വരുമാന മാർഗം. ഇതിലൊരു പ്രൊഡ്യൂസർ ഉണ്ട്, അദ്ദേഹം പണം ചിലവാക്കി. ഇപ്പൊ ഗോകുലം ഗോപാൽ അദ്ദേഹമാണ് പ്രൊഡ്യൂസർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹമാണ് പ്രൊഡ്യൂസർ. അദ്ദേഹത്തിന് പണം ചുമ്മാ കിട്ടുന്നതില്ല, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ വിജയിക്കുമ്പോൾ അതിന്റെ വിഹിതം ഒരുപാട് കുടുംബാംഗങ്ങളുടെ അന്നമാണ്. അതുകൊണ്ട് പിന്നെ ഡീഗ്രേഡ് ചെയ്ത് ഈ സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നവരോടൊപ്പം ആരും നിൽക്കരുത്. കാരണം ദിലീപിനെ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ആളാണ് ദിലീപ്. ഇനിയെങ്കിലും അയാൾ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കട്ടെ. അയാൾ തെറ്റുകാരനാണെങ്കിൽ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകാം. ഇനി ഹൈക്കോടതിയും അയാളെ വെറുതെ വിട്ടാൽ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകാം. ഇത്രയൊക്കെ സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ, നിയമം ഇത്രയും സ്വതന്ത്രമായി സാധാരണക്കാരന്റെ മുന്നിലുള്ളപ്പോൾ എന്തിനാണ് ഈ കിടന്ന് ചിലച്ച് വായിൽ വരാത്ത വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വയം അപഹാസ്യമായി മാറുകയാണ് മിസ്സിസ് ഭാഗ്യലക്ഷ്മി? അല്ലാതെ നിങ്ങളുടെ വാക്കുകൾ കേട്ട് ഇന്നലെ ഞാൻ പോയ തിയേറ്ററിൽ ഹൗസ് ഫുള്ളാണ്. തിയേറ്റർ ചെറുപ്പക്കാർ മുഴുവൻ കിടന്ന ഈ ഓരോ പാട്ട് വരുമ്പോഴും, ഓരോ സീന് വരുമ്പോഴും, ഓരോ ഡയലോഗ് വരുമ്പോഴും ആർത്ത് ഉല്ലസിച്ച് കൈയടിക്കുകയാണ്. അവരാരും ഫാൻസ് അല്ല, അവരൊക്കെ ഈ സിനിമ കാണാൻ വേണ്ടി വരുന്നവരാണ്. സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം. കണ്ടു കഴിയുമ്പോൾ ആ സിനിമ അത്ര പോരാ എന്ന് പറയുന്നവരുണ്ടാകാം. സിനിമ കൊള്ളാം, കുഴപ്പമില്ല, കാണാം എന്ന് പറഞ്ഞു വരുന്നവരുണ്ടാകാം. അങ്ങനെ സിനിമയെ സിനിമയുടേതായ രീതിയിൽ കണ്ടാൽ മതി. അല്ലെ ദിലീപ് നടിയെ ആക്രമിച്ച കേസിലെ ആളാണോ, അല്ലെങ്കിൽ കോടതി വെറുതെ വിട്ടു, കോടതി വിധിന്യായത്തിൽ കോടതി ദിലീപിനെ വെറുതെ വിട്ട, കോടതി വെറുതെ വിട്ടു. അത് ഈ LDF തോറ്റു എന്ന് അംഗീകരിക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഭാഗ്യലക്ഷ്മിക്കും ചില ആളുകൾക്കും. കോടതി ദിലീപിനെ വെറുതെ വിട്ടു എന്ന് ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവര് ഉറക്കത്തിൽ പോലും ദിലീപിനെ തൂക്കിക്കൊല്ലണം, ഉറങ്ങുമ്പോഴും ദിലീപിനെ തൂക്കിക്കൊല്ലണം. നാളെ ദിലീപിനെതിരെ എന്ത് പറയണം, ദിലീപിനെ എങ്ങനെയെങ്കിലും അകത്താക്കണം, കോടതിക്ക് മുന്നിൽ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് എങ്ങനെയും ഹൈക്കോടതിക്ക് മുന്നിൽ വരുത്തി തീർക്കണം, എങ്ങനെയും ദിലീപിനെ തകർക്കണം, ദിലീപിന്റെ ജീവിതം തകർക്കണം, മാധ്യമങ്ങൾക്ക് മുന്നിൽ വെറുതെയെങ്കിലും ഒരു ഭീഷണി കോൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് നിറഞ്ഞു നിൽക്കണം. ഇതൊക്കെയാണ് പലരുടെയും താല്പര്യം. എനിക്ക് തോന്നുന്നില്ല. കാരണം മലയാള സിനിമ മുഴുവൻ ദിലീപിനോടൊപ്പം ഉണ്ട്, അവൾക്കൊപ്പവും ഉണ്ട്. പക്ഷെ എല്ലാവരും നിയമത്തെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. എല്ലാവരും നിയമത്തെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഇപ്പോൾ അവൾക്കൊപ്പം ഉണ്ട് എന്ന് പോസ്റ്റ് ഇട്ട പലരും നിയമത്തെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഈ പലരും പറയുന്നുണ്ട്, ഈ ഒരു സഹനടിയെ, ജൂനിയർ ആർട്ടിസ്റ്റിനെ കാരവാനിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കാത്ത നായികമാരുള്ള സിനിമയാണ് ഈ പറയുന്നവളുമാരിൽ പലരും. എന്നിട്ട് ദിലീപിനെ തൂക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ് നടക്കുന്നവരുമാർ സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ സ്വന്തം കാരവാൻ എന്ന് കൊടുക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്ന ഇവളുമാരൊക്കെ ആർക്ക് വേണ്ടി വാദിക്കുന്നു എന്നാണ് പറയുന്നത്, ആർക്കൊപ്പം നിൽക്കുന്നു എന്നാണ് പറയുന്നത്. നാണം വേണം, കുറച്ചെങ്കിലും നാണം വേണം. ഇല്ലെങ്കിൽ ഭരണഘടനയെ ബഹുമാനിക്കണം, നീതിന്യായ പീഠത്തെ ബഹുമാനിക്കണം, കോടതിയെ ബഹുമാനിക്കണം. ഇതൊന്നും ഇല്ലാത്തതൊക്കെ എത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല എന്നുള്ളതാണ്. കാരണം തലയ്ക്കകത്ത് വെളിവില്ലാത്തതിനെയൊക്കെ വെളിവുണ്ടാക്കാൻ നടന്നാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. കാരണം ഒരിക്കലും വെളിവുണ്ടാവില്ല എന്ന് വിചാരിച്ച് കിടക്കുന്നതിനെയൊക്കെ വെളിവുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് ഇല്ല. ആ ഇനത്തിൽപ്പെട്ട കുറെ എണ്ണം കിടന്ന് ചിലക്കുന്നു. ആ ചിലപ്പുകൾ കേൾക്കാതെ സിനിമ പോയി കാണുക, അത്ര മാത്രമേ ഉള്ളൂ. പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണുക. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ കൈയടിക്കുക, മോശമാണെന്ന് തോന്നിയാൽ കൂവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. മോശമാണെന്ന് തോന്നിയാൽ മാത്രം ആരും പറയുന്നത് കേട്ട് നിങ്ങൾ ആ സിനിമയെ സമീപിക്കാതിരിക്കുക. നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആ സിനിമ കാണുക. കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിഷ്ടപ്പെട്ടു ആ സിനിമ, ഞാൻ ആ സിനിമ ആസ്വദിച്ചു, അത്രമാത്രം. ഇനി ഒരിക്കൽ കൂടി ആ സിനിമ കാണണമെന്ന് എനിക്ക്, ആ സിനിമയിൽ എന്തുണ്ട് ഒരിക്കൽ കൂടി കാണാൻ, അങ്ങനെയൊക്കെ ചോദിച്ച് പലരും വരും. ദിലീപ് എത്ര കാശ് തന്നു എന്നൊക്കെ ചോദിച്ച് പലരും വരും. അതൊക്കെ വെറും എന്താ പറയുക,
നമ്മളതിനൊരു വില പോലും കൽപ്പിക്കുന്നില്ല. എന്നെ ആ സിനിമ 2.5 മണിക്കൂർ എന്റർടൈൻ ചെയ്യിപ്പിച്ചു. വീണ്ടും എനിക്ക് ഒരിക്കൽ കൂടി ആ സിനിമ പല രംഗങ്ങളും എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ അത് എന്നെ വല്ലാത്ത രീതിയിൽ പിടിച്ചുലച്ചു. എനിക്കതൊന്നുകൂടി കാണണമെന്നുണ്ട്. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും കാണണമെന്ന് തോന്നിയാൽ കാണാം, കാണണ്ട എന്ന് തോന്നിയാൽ കാണണ്ട. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരു സിനിമയെ തകർക്കരുത്.